കാലോചിതമായ നവീകരണത്തിനായി സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സീറോ മലബാർ സഭ മുഴുവൻ്റെയും ആലോചന യോഗമാണ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം. സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത, സമർപ്പിത, അൽമായ പ്രതിനിധികളുടെയും സംയുക്തമായിട്ടുള്ള യോഗമാണ് ഇത്. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുക. സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണിത്. കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സീറോ മലബാർ സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്കാ സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1923 സീറോ മലബാർ സഭ ഹൈറാർക്കിക്കൽ ഘടനയുള്ള ഒരു സഭയായി 1992 മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായും ഉയർത്തപ്പെട്ടു. സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്ന നിലയിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളി യോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തിപ്പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസിയുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ് എന്നത് ഈ സഭയുടെ ആദ്യകാല ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. ഈ നാടിന്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ആദ്യകാലം മുതൽ ഈ സഭയിൽ നിലനിന്നു പോന്നിട്ടുള്ളത്. ദേശത്ത് പട്ടക്കാരായ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന പള്ളിയോഗങ്ങളാണ് ഓരോ ഇടവകയുടെയും ഭൗതികമായ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഇടവ ജനങ്ങളുടെ കൂടിയാലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും പള്ളിയോഗങ്ങൾ എന്നും സഹായകരമായിട്ടുണ്ട്. സഭ ദൈവജനമാകുന്നു എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനവും സഭ ഒരു കൂട്ടായ്മയാകുന്നു എന്ന കൗൺസിലാനന്തര പഠനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ വേദിയാണ് സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി. ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ സിനഡാലിറ്റിയുടെ അരൂപിയിൽ നയിക്കാൻ പരിശ്രമിക്കുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ്. പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി. പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും സഭാപരമായ അച്ചടക്കത്തിന്റെയും രൂപങ്ങളും രീതികളും സമന്വയിപ്പിക്കുന്നതിനും അവയെ കാലാനുസൃത സാഹചര്യങ്ങളുമായും സഭയുടെ പൊതു നന്മയ്ക്കായും അനുയോജ്യമാക്കുന്നതിനും ഇത് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുന്നു. മെത്രാൻ സിനഡിനോട് ചേർന്ന് ഓരോ രൂപതയിലെയും സന്യാസ സമൂഹങ്ങളിലെയും വിവിധ ഭക്തസംഘടനകളിലെയും പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഈ അസംബ്ലി പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2023 ജൂലൈയിൽ പുറത്തിറക്കിയ പഠനരേഖ ലീനിയമെന്ത എല്ലാ രൂപതകളിലും സമർപ്പിത സമൂഹങ്ങളിലും വിവിധ തലങ്ങളിൽ പഠനം നടത്തി. ദക്ഷിണേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും
ഉത്തരേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉജ്ജയിൻ പാസ്റ്റർ സെന്ററിലും ഒരുമിച്ച് കൂടുകയും ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകളുടെയും അപ്പസ്തോലിക് വിസിറ്റേഷന്റെയും മറ്റു പ്രവാസി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ ഓൺലൈനായും സമ്മേളിക്കുകയും യുവാക്കളുടെയും വിശ്വാസ പരിശീലകരുടെയും പ്രതിനിധികളും ഒരുമിച്ചുകൂടി ഈ പഠനരേഖ വിശദമായി ചർച്ച ചെയ്തു. രൂപത അസംബ്ലികളിലും അസംബ്ലി നടത്തുവാൻ സാധിക്കാത്ത രൂപതകളിലെ കാനോനിക സമിതികളിലും സമർപ്പിത സമൂഹങ്ങളിലും ഈ രേഖ പഠന വിധേയമാക്കിയതിന്റെ ഫലമായി ലഭിച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് പ്രവർത്തന രേഖ രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസംബ്ലിയിൽ പ്രബന്ധ അവതരണങ്ങളും പഠനങ്ങളും ചർച്ചകളും നടക്കുക. അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ സിറോ മലബാർ സഭയുടെ പഠനത്തിനും പ്രായോഗികതയ്ക്കും ഉതകും പ്രബോധന രേഖയായി മേജർ ആർച്ച് ബിഷപ്പ് പിന്നീട് പുറത്തിറക്കും. 5 വർഷത്തിൽ ഒരിക്കൽ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാ നിയമം. സിറോ മലബാർ സഭ 1992 മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് 1998 പിന്നീട് 2004, 2010, 2016 എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി. 2016 ശേഷം 8 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് 2024 5ാമത്തെ അസംബ്ലി ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് 2021 നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകുവാനായിട്ട് കാരണമായത്. പാലാ രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ. പാലായിലെ അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് വേദി. 2024 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് സഭാ നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. 80 വയസ്സിൽ താഴെ പ്രായമുള്ള 50 പിതാക്കന്മാരും 108 വൈദികരും 146 അൽമായരും 37 സമർപ്പിത സഹോദരിമാരും 7 ബ്രദേഴ്സും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന 348 അംഗങ്ങളാണ് ഇത്തവണ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഈ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പഠന വിഷയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ്. ഇതിൽ 3 പ്രധാന പ്രമേയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം. രണ്ടാമത്തേത് സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം. മൂന്നാമത്തേത് സീറോ മലബാർ സമുദായ ശാക്തീകരണം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലിയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ അപ്പസ്തോലിക് നുൻസിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി നിർവഹിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയും കേരള ലത്തീൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് വർഗീസ് ചക്കാലയ്ക്കൽ പിതാവും മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോരിയോസും CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കേരള സംസ്ഥാന മന്ത്രി ശ്രീ ജോഷി അഗസ്റ്റിനും അസംബ്ലിയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബെസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് സഭയെ നയിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ
സഭ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. ഈ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയും സഭയുടെ കാലോചിതമായ നവീകരണത്തിന് സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.